അതിന്റെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവനെ സ്വയം രക്ഷപ്പെടാൻ സാധിച്ചില്ല? അവനിൽ ആരംഭിച്ച കുറ്റങ്ങളൊന്നും അവൻ നിഷേധിച്ചിട്ടുമില്ല. നമ്മുടെ പ്രവാചകന്മാർ പറഞ്ഞത് ഇവനെ കുറിച്ച് തന്നെയാണ്. ഇസ്രായേലിന്റെ രക്ഷകനെ ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ? ഇല്ല, അവൻ തീർച്ചയായും ഉദ്ധാനം ചെയ്യും. അവിടുന്ന് ദൈവപുത്രൻ തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് പോകാം. അവനെ കുറിച്ച് സംസാരിക്കുന്നത് പോലും പ്രവാണികൾ വിലക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു കള്ളപ്രവാചകന്റെ കാലവും കഴിഞ്ഞു. കല്ലറടച്ച് മുദ്ര വയ്ക്കണം. അവന്റെ ശിഷ്യന്മാർ വന്ന് ശവശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയേക്കാം. കാവൽ ശക്തമാക്കിക്കൊണ്ടുപോയി. ഞങ്ങൾ പോയി വരാം. എന്തിനാണാവോ ഈ ചതിയന്റെ ശവകുടീരത്തിന് നമ്മൾ കാവൽ നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രമാണിമാർ ഈ മനുഷ്യനെ ഭയപ്പെട്ടിരുന്നു എന്നാണ്. അതെ, ഈ മനുഷ്യന് മാന്ത്രിക ശക്തിയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, ഈ മനുഷ്യന്റെ മരണസമയത്ത് ഭൂമിയിൽ അടയാളങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അവന്റെ മരണം സത്യമാണ്. 3 ദിനരാത്രങ്ങൾ കാവൽ ശക്തമാക്കണം. പറഞ്ഞ ദിനം ഇന്നാണ്. നമ്മൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം. എനിക്ക് വല്ലാതെ നിൽക്കാൻ ഞാനൊന്ന് മയങ്ങട്ടെ. എന്തോ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതെ, പതിവില്ലാത്ത കാറ്റും കൊള്ളും. അന്തരീക്ഷം ആകെ വല്ലാതായിരിക്കല്ലോ. ഇനി വല്ലതും ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് സമാധാനം.